മഴ പെയ്യാത്ത പ്രദേശങ്ങളെപ്പറ്റി നാം കേട്ടിട്ടുണ്ട്. കേരളത്തിലുമുണ്ട് അങ്ങനെയൊരു പ്രദേശം. ഇടുക്കി ജില്ലയിലെ ചമ്പക്കാട്. പശ്ചിമഘട്ടത്തിൻ്റെ ഈ താഴ്വരയിൽ മഴ പെയ്തിട്ട് 4 വർഷമായി. മറയൂർ, കാന്തല്ലൂർ പഞ്ചായത്തുകളിൽപ്പെടുന്ന ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ചമ്പക്കാട് ആദിവാസി സെറ്റിൽമെന്റ് കോളനി. ഈർപ്പം നിലനിർത്തുന്ന സമ്പ അഥവാ ചമ്പാച്ചെടികൾ നിറഞ്ഞ ഈ പ്രദേശം പിന്നീട് ചമ്പക്കാടായി മാറുകയായിരുന്നു. കോളനിവാസികൾ മലയ പുലയ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. മാനും മയിലും കാട്ടുപോത്തുമൊക്കെയുള്ള മറയൂർ ഒരു മഴനിഴൽ പ്രദേശമാണ്. മാനത്ത് മഴക്കാറുകൾ നിറയുമ്പോഴും മഴ പെയ്യാത്ത പ്രദേശം. പക്ഷേ പലപ്പോഴും ഈ മഴനിഴൽ പ്രദേശത്ത് മഴ തകർത്തു പെയ്യാറുണ്ട്. അപ്പോഴും വനത്തിനുള്ളിലെ ഈ ചമ്പക്കാട്ടിൽ മഴ പെയ്യാറില്ല. 1955 പാമ്പാറിന്റെ കരയിൽ ചമ്പക്കാട് ആദിവാസി സെറ്റിൽമെന്റ് കോളനി നിലവിൽ വരുന്നത്. വനത്തിനകത്ത് ഇവർക്ക് കൃഷിക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും സൗകര്യമില്ലാത്തതുകൊണ്ട് ഇവർക്ക് പാമ്പാറിന് അക്കരെ ഇവർക്ക് ഏക്കർ കണക്കിന് സ്ഥലം കൊടുക്കുകയും ഓരോ കുടുംബത്തിനും സ്ഥലം വീതിച്ചു കൊടുക്കുകയും അവിടെ അന്ന് തന്നെ ഏതാണ്ട് 25ഓളം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് ചമ്പക്കാട്ടിൽ. അത് കാന്തല്ലൂർ പഞ്ചായത്തിലാകുകയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മോട്ടർ, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, പിന്നെ ആയുർവേദ ഹോസ്പിറ്റൽ, ട്രൈബൽ ഹോസ്റ്റൽ, ട്രൈബൽ സ്കൂള് ഇതെല്ലാം തന്നെ അവിടെ ഉണ്ടാക്കിയെങ്കിലും ഇപ്പം നിലവിൽ അവിടെ ട്രൈബൽ സ്കൂള്, ആയുർവേദ ഹോസ്പിറ്റൽ മാത്രമുള്ളൂ. ഇറിഗേഷൻ ഫെസിലിറ്റി മുഴുവനും അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഈ കുത്തഴിഞ്ഞ ഒരു ഇതായതുകൊണ്ട് അതെല്ലാം നിന്നു പോവുകയായിരുന്നു. അവർക്ക് ആവശ്യത്തിന് കൃഷിസ്ഥലം ഉണ്ടെങ്കിൽ പോലും അവർക്ക് കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല. കോളനിക്ക് കുറുകെ ഒഴുകുന്ന പാമ്പാറാണ് കോളനിയിലെ ഏക ജലസ്രോതസ്. പാമ്പാറിലൂടെ ഒഴുകുന്ന ജലം ഉപയോഗിച്ച് കൃഷി നടത്താൻ കോളനി രൂപീകൃതമായപ്പോൾ ശ്രമമുണ്ടായിരുന്നെങ്കിലും അത് എങ്ങും എത്തിയില്ല. വേനലിൽ വറ്റിവരളുന്ന പാമ്പാർ കോളനിയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കാറുണ്ട്. വർഷകാലത്ത് ഇതിലൂടെയുള്ള മലിനജലമാണ് കോളനി നിവാസികൾ കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കുവാനും കുടിക്കുവാനും ഉപയോഗിക്കുന്നത്. ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഈ പാമ്പാർ പുഴയിലെ വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് കുടിക്കാൻ പറ്റാത്ത രീതിയിൽ മീനിൻ്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് രീതിയിലേക്ക് വരും. അപ്പോൾ ആൾക്ക് വയറിളക്കം അങ്ങനെയുള്ള ഒത്തിരി അസുഖങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം അങ്ങനെ ഇവിടെ ഒത്തിരി പേർക്ക് ഇങ്ങനെ അസുഖം ഉണ്ടായ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. മരണം സംഭവിച്ചിട്ടില്ല. പക്ഷെ വയറുവേദന ആളുകൾ ഇവിടെ കൂടുതലും മരിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ ഒത്തിരി പേര് മരിക്കുന്നുണ്ട്. അപ്പോൾ വയറുവേദന വഴിയാണ്. ഒരു പ്രൈമറി സ്കൂൾ മാത്രമാണ് ഇവിടെയുള്ളത്. അതിനുമേലെ പഠിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിച്ചവരാണ് അധികവും. ജീവിക്കണമെങ്കിൽ കൃഷിയോ മറ്റ് ജോലികളെയോ ആശ്രയിക്കേണ്ടി വരുന്നു. മഴ കുറഞ്ഞതോടെ കൃഷിയും സാധ്യമല്ലാതായി. തുടർന്ന് ചമ്പക്കാട് നിവാസികൾ ഉപജീവനത്തിനായി കാലി വളർത്തൽ ആരംഭിച്ചു. വ്യാപകമായ വനനശീകരണവും കാലി വളർത്തലുമായിരുന്നു അട്ടപ്പാടിയിൽ സംഭവിച്ച ദുരിതത്തിന് കാരണം. ഇവിടെയും അത് ആവർത്തിക്കുന്നു. മലയപ്പുലയ വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ പ്രധാന ഉപജീവന മാർഗം കാലി വളർത്തലാണ്. പെറ്റുപെരുകിയ കാലികൾ അടിക്കാടുകൾ തിന്നുമുടിച്ചതോടെ 1967 വനം വകുപ്പ് ഉത്തരവിലൂടെ ചമ്പക്കാട്ട് കാലി വളർത്തൽ നിരോധിച്ചു. ഉപജീവനത്തിന് വഴിയില്ലാത്ത ആദിവാസി വിഭാഗങ്ങൾ വനത്തിനുള്ളിൽ കാലി വളർത്തുന്നത് അധികൃതർ കണ്ണടച്ചു. ഈ സാഹചര്യം തമിഴ്നാട്ടിലെ വൻകിട കാലി വളർത്തൽ ലോബി മുതലെടുക്കുകയായിരുന്നു. ആയിരക്കണക്കിന് കാലികളെ അവർ ആദിവാസികളെ വളർത്താനേൽപ്പിച്ചു. ആദിവാസികൾക്ക് ലാഭത്തിന്റെ 1/3 എന്നതായിരുന്നു ഉടമ്പടി. അങ്ങനെ ആടും പശുവും എരുമയുമെല്ലാം ചമ്പക്കാട് വനത്തിൽ പെറ്റുപെരുകി. ഏതാണ്ട് ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ ആ കൃഷിയെല്ലാം ഇല്ലാണ്ടായി. പറഞ്ഞ ഇറിഗേഷൻ ഫെസിലിറ്റി എല്ലാം നിന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാണ്ടായപ്പോൾ മറ്റ് ജീവിതമാർഗ്ഗങ്ങൾ ആണ് ഇവർ നോക്കിയത്. പുൽത്തൈലം കൃഷിക്ക് പോയി നോക്കി. പുൽത്തൈലം കൃഷിയാണെന്നുണ്ടെങ്കിലും വനത്തിനകത്ത് വിറക് വെട്ടി വേണം പുൽത്തൈലം മാറ്റിയെടുക്കാനായിട്ട്. വേറെ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്ക് എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തല.
അപ്പോൾ കന്നുകാലികളെ ഇവർ പഞ്ചായത്ത് വില അനുവദിച്ചു കൊടുത്ത കന്നുകാലികളെ വെച്ച് അവർ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കലാണ് ഈ അന്യനാട്ടുകാർ, തമിഴ്നാട്ടുകാർ, മറയൂരുകാരെല്ലാം അവരുടേതായ കന്നുകാലികൾ ഇവിടെ വനത്തിനകത്ത് തീറ്റാൻ നിവൃത്തിയില്ലാതെ ചമ്പക്കാട്ടിൽ കൊണ്ടുവന്നാക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ചെരിഞ്ഞ പ്രദേശമായ ചമ്പക്കാടിന്റെ കാലാവസ്ഥ പലപ്പോഴും അട്ടപ്പാടിയിലേതിന് തുല്യമാണ്. പക്ഷേ ചമ്പക്കാടിന് ചുറ്റും ചിലപ്പോഴെങ്കിലും മഴ പെയ്യാറുണ്ട്. എന്നാൽ കാലികൾ അടിക്കാടുകളും ചെടികളും തിന്നുന്നതിനാൽ ചമ്പക്കാട്ടിൽ മരങ്ങൾ വളരാതായി. മഴയില്ലാതെ വളരെ ഉയർന്ന ചൂടിൽ ജീവിക്കുന്നത് ചമ്പക്കാട് നിവാസികൾക്ക് ഇപ്പോൾ ശീലമാണ്. അനിയന്ത്രിത കാലി വളർത്തൽ തുടർന്നാൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ അപൂർവ ഇനം ജീവജാലങ്ങളുടെയും നില പരുങ്ങലിലാകും. ഇപ്പം കാലി വളർത്തൽ സംബന്ധമായിട്ട് ഈ വനത്തിൻ്റെ ഒരു സ്വാഭാവികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കും ബോധ്യമുള്ളത് തന്നെയാണ്. പക്ഷേ ഈ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു നല്ല പിന്തുണ ലഭിക്കേണ്ടതാണ്. കാരണം ഈ കാലി വളർത്തൽ ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ളത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. ഭൂരിഭാഗം ചെറുപ്പക്കാരും വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരാണ്. എങ്കിലും വനനശീകരണം നടത്തുന്ന കാലി വളർത്തൽ നിർത്താനൊന്നും ഇവർ ശ്രമം തുടങ്ങിയിട്ടില്ല. സ്വാഭാവിക വനമാണ് ഇതിനൊരു പരിഹാരം. പക്ഷേ കാലി വളർത്തൽ ഇതിനൊരു തടസ്സമാകുന്നു. ചമ്പക്കാടിന് വനവും വേണം, കാലികളും വേണം. ഈ വൈരുദ്ധ്യമാണ് ഈ ഗ്രാമത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം.